ആരും കണ്ണില്ലെങ്കിൽ പോലും നന്മ ചെയ്യണമെന്ന് എന്തിനാ അമ്മ എപ്പോഴും പറയണേ? അതെന്തുകൊണ്ടാണെന്ന് ഒരു കൊച്ചു കഥയിലൂടെ അമ്മ മനസ്സിലാക്കി തരാം. ഈ കഥയിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. അവൻ പഠിത്തത്തിൽ ഒന്നാമനോ ക്ലാസ്സിൽ ഏറ്റവും ശക്തിമാനോ ഓട്ടക്കാരനോ വലിയ ബഹളക്കാരനോ ഒന്നുമായിരുന്നില്ല. അവൻ്റെ പേരാണ് ആരവ്. പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അവൻ ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ദിവസം ലഞ്ച് സമയത്ത് അവൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. അവൻ്റെ ലഞ്ച് ബോക്സ് തുറന്നിരിക്കുകയായിരുന്നു. പക്ഷെ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ആരവിൻ്റെ കയ്യിലാണെങ്കിൽ ഒരേ ഒരു ചപ്പാത്തി മാത്രം. ആരവ് ആ ചപ്പാത്തിയിലേക്ക് നോക്കി. എന്നിട്ട് അവൻ ആലോചിച്ചു, ഞാനിത് അവന് കൊടുത്താൽ എനിക്ക് വിശക്കും, കൊടുക്കാതിരുന്നാലോ അവൻ വിശന്നിരിക്കും. ആരും കാണാതെ അവൻ ആ ചപ്പാത്തി രണ്ടായി മുറിച്ച് അതിലൊരു പീസ് ആ കുട്ടിയുടെ പാത്രത്തിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് അവൻ ഒന്നും പറയാതെ നടന്നുപോയി. ആരവ് ഈ കാര്യം ആരോടും പറയാനും പോയില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു മഴയുള്ള വൈകുന്നേരം ആരവ് സ്കൂളിൻ്റെ സ്റ്റെപ്പിൽ തെന്നി വീണു. അവൻ്റെ ബാഗും ബുക്കും എല്ലാം നിലത്ത് വീണു. ചുറ്റുമുള്ള കുട്ടികളൊക്കെ കളിയാക്കി ചിരിച്ചു. ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ മുമ്പിലേക്ക് ഒരു കൈ സഹായത്തിനെത്തി. അത് മറ്റാരും ആയിരുന്നില്ല, അന്ന് ആരവ് സഹായിച്ച കുട്ടിയായിരുന്നു. അവൻ ആരവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവൻ്റെ ബാഗും ബുക്കും എല്ലാം എടുത്ത് തുടച്ചു കൊടുത്തു. എന്നിട്ടൊരു ചെറു പുഞ്ചിരിയോടെ അവൻ നടന്നുപോയി. ഇപ്പോൾ കുഞ്ഞിക്ക് മനസ്സിലായോ, ആരും കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ നന്മ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്? നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് മനസ്സിലായി അമ്മേ. കുട്ടികൾ ഓരോ വാല്യൂസ് പഠിക്കുന്നത് നമ്മൾ പാരൻസ് പറഞ്ഞു കൊടുക്കുന്ന കഥകളിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് ഈ കഥ നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ.